അല്ല, തീർച്ചയായിട്ടും ഗവർണർ കണ്ടതിന് ശേഷം നിർത്താതെ ആൾക്കാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തുടർച്ചയായി വിദേശത്തെ നമ്മുടെ ആൾക്കാരോട്, നേതാക്കന്മാരോട്, വിദേശ രാജ്യത്തെ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തെ അധികാരികളോടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ എന്നോടൊപ്പം ഇന്ന് നിമിഷപ്രിയയുടെ ഹസ്ബൻഡും ഉണ്ട്. അദ്ദേഹം ഇന്ന് ഗവർണറെ കാണുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ വിവിധ തലത്തിൽ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ 2 വർഷമായി ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്റെ അറിവിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ അവർക്ക് ചെയ്യാവുന്ന അത്രയും അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടുത്തെ നമ്മുടെ സൗദി അറേബ്യയിലെ 2ാം സ്ഥാനക്കാരൻ ഒരു മലയാളി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ ഉള്ള പരിശ്രമം, ഇതിന് കഠിനമായ പരിശ്രമമുണ്ട്. പക്ഷെ നമുക്കറിയാം അവിടെ ഹൂത്തികളുടെ ഭരണമാണ്. ഹൂത്തികളുടെ ഒരു പ്രോപ്പർ റിലേഷൻ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രശ്നം. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒക്കെ ഉൾപ്പെടെ അവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ ആളുകൾ, കേരള സർക്കാർ ഉൾപ്പെടെ എല്ലാവരും പരിശ്രമിക്കുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയെ തന്നെ പോയി ഇതിനു വേണ്ടി കണ്ടിട്ടുണ്ട്. അദ്ദേഹം വേണ്ടതെല്ലാം ചെയ്യാമെന്നാണ് അന്ന് അസംബ്ലി സമയത്ത് എന്നോട് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇതിന്റെ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.